പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 310 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബ്രൂണോയ്ക്ക് ശേഷം ഈ ആഴ്ച പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന പദപ്രയോഗം വരാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1570 തുർക്കികളുമായുണ്ടായ ലെപ്പാൻഡോ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിന് നന്ദി പ്രകാശനത്തിനായി വിശുദ്ധ പിയൂസ് 5 മാർപ്പാപ്പയാണ് ഈ ദിവസം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി നാമഹേതുക തിരുനാളായി ആഘോഷിക്കുന്ന പതിവ് തുടങ്ങിയത്. നിരന്തരമായി ജപമാല ചൊല്ലിയതിൻ്റെ ഫലമായിരുന്നു ഈ വിജയം. ഇസ്ലാമിക ശക്തികളെ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടുന്നതിൽ നിന്ന് തടഞ്ഞത് ഈ വിജയമായിരുന്നു. 1571 ഒക്ടോബർ 7 ദേവമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി നേടിയ ഈ വിജയത്തിൻ്റെ സ്മരണ നിലനിർത്തിയത് ദേവമാതാവ് ക്രിസ്ത്യാനികളുടെ സഹായം എന്ന സ്തുതി പ്രാർത്ഥനാക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. 1716 ബെൽഗ്രേഡിൽ വെച്ച് തുർക്കികൾ പരാജയപ്പെട്ടത് അഡ് ന്യൂസിലെ പരിശുദ്ധ രാജ്ഞിയുടെ നാമഹേതുക തിരുനാൾ ദിവസം തന്നെയാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രശസ്തമായ പ്രാർത്ഥനാക്രമത്തിൽ കൂട്ടിച്ചേർത്തത് ലിയോ 13 മാർപ്പാപ്പയാണ്. അന്നു മുതൽ ഇന്ന് വരെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കർ ഈ പ്രാർത്ഥന ജപിച്ചു വരുന്നു. പരിശുദ്ധ ദേവമാതാവിൻ്റെ ജപമാല വഴി ലഭിച്ച അളവറ്റ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പകരമായിട്ട് പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന നന്ദി പ്രകാശന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ തിരുനാൾ. ആധുനിക കാലഘട്ടത്തിലെ പാപ്പാമാർ എല്ലാവരും തന്നെ വിശ്വാസികളോട് ജപമാലയുള്ള ഭക്തിയുള്ള ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഴമായ അർത്ഥതലങ്ങളുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. ജപമാലയുടെ പ്രചാരണം വഴി സഭയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരയായി ചൊരിയപ്പെടുന്നു. സകലർക്കും മോക്ഷം നൽകുവാൻ കഴിവുള്ളവനായ പുത്രനായ ക്രിസ്തുവും രക്ഷാകര പദ്ധതിയിൽ സഹായിയും തൻ്റെ അമ്മയുമായ പരിശുദ്ധ ദേവമാതാവിനുള്ള സ്നേഹവും ഐക്യവും വഴി ബൈബിളിൽ നിന്നും പ്രചോദിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നാളെ നിരാശ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇന്ന് തന്നെ ഒഴിവാക്കുകയാണ് വിവേകമുള്ളവരുടെ വഴി. തിന്മകൾ തീ തന്നെയാണ്, അരികിൽ ചെന്നാലും ചൂടേൽക്കും. നന്മയെ അതിയായി സ്നേഹിക്കുന്ന ഒരാൾ അതിനുവേണ്ടി ഏത് തിന്മയെയും ഒഴിവാക്കുക തന്നെ വേണം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നാം ഒരു വിത്ത് നടുകയാണെന്നും അത് മുളച്ച് ചെടിയും മരവുമായി തീരും എന്നതും അതിൻ്റെ ഫലം അത് കയ്പായാലും മധുരമായാലും നമ്മളിലേക്ക് തന്നെ പതിക്കുമെന്നതും ഒരിക്കലും വിസ്മരിക്കരുത്. ഏവർക്കും നന്ദി.